ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ഒത്തിരി നാളായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്, കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ്. ഇന്ന് എന്തായാലും നല്ല ദിവസമാണ്. ഇന്ന് അത്തമല്ലേ. ഞങ്ങൾ പ്രവാസികൾക്ക് ആയിരിക്കും കൂടുതൽ നൊസ്റ്റാൾജിയ തോന്നുന്നത്. നാട്ടിലുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. നാട്ടിലെ ഓണം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ പറയും. ഇവിടെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണം ഒരു ദിവസത്തെ മാത്രം പ്രോഗ്രാം, അത്രയേ ഉള്ളൂ. കുറച്ച് റീൽസ് എടുക്കുന്നു, കുറച്ച് സദ്യ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഓണം നാട്ടിൽ ആഘോഷിക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഫാമിലി, കുട്ടികൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് സദ്യ കഴിക്കാം. പിന്നെ ഓണത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഓർമ്മ വരുന്നത്. നമുക്ക് എല്ലാ നാട്ടിൻപുറത്തും കാണും ഒരുപാട് ക്ലബ്ബുകൾ. ഓണത്തിൻ്റെ സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. എന്തൊക്കെയാണ്, വടംവലി, പിന്നെ പൂക്കള മത്സരം, അങ്ങനെ ഒത്തിരി അല്ലേ. ഞങ്ങളുടെ സമയത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു. എൻ്റെ നാട് കോട്ടയത്ത് മിലൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അത് ഭയങ്കര ഒത്തിരി നാൾ മുന്നെയാണ്. എനിക്കൊരു 6-7 വയസ്സ് ആ സമയത്തൊക്കെ. അപ്പോഴൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ വലുതായപ്പോൾ അങ്ങനെയൊന്നും പോകാറില്ല. അവിടെ എന്തൊക്കെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പൂക്കളം ഇടാനായിട്ട് പൂവൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പൂക്കൾ. ഇപ്പം ഒരു കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നുന്നു കാശ് കൊടുത്ത് പൂക്കൾ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ഒന്നും പൂക്കളൊന്നും ഇല്ല ആവശ്യത്തിന്. അതേസമയം സ്കൂൾ ടൈമിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട്, അടുത്തടുത്ത് നിന്നുള്ള വീടുകളിൽ നിന്ന് ശേഖരിക്കാം. അങ്ങനെ പൂക്കളം റെഡിയാക്കുന്നു. പിന്നെ ഒരു 10th 12th ഒക്കെ ആയപ്പം പൂ വാങ്ങിക്കാനായിട്ട് നമ്മൾ പിരിവിടേണ്ട അവസ്ഥ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു 10th എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു പൂക്കൾ പറിക്കാനായിട്ട് ഞങ്ങളുടെ അവിടെ കോളേജുണ്ട്, നാട്ടം കോളേജ്. അതിനടുത്ത് വലിയൊരു കാടാണ്. അവിടെ എല്ലാത്തരം പൂക്കളും ഉണ്ട്. നമ്മുടെ നാടൻ പൂക്കളൊക്കെ ഇല്ലേ, കാക്കപ്പൂ, തുമ്പപ്പൂ, പിന്നെ മുക്കുറ്റി, പിന്നെ കുങ്ങിണിപ്പൂ, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അതൊക്കെ പറിക്കാനായിട്ട് വെളുപ്പിനെ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും, അവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും ആ സമയത്ത്. അങ്ങനെ പോകുമ്പോഴാണ് വേറെ ഗ്രൂപ്പിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവരും ഇതേ ആവശ്യത്തിന് വേണ്ടി വരുന്നവരായിരിക്കും. എനിക്ക് ഓർമ്മ വരുന്ന ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജോഷി, അവൻ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവനെ ഞാൻ മെൻഷൻ ചെയ്യുവാണ്. ഞങ്ങളിങ്ങനെ പൂക്കളന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഭയങ്കര യാദൃശ്ചികമായിട്ട് അവനെയും കാണുന്നു. അപ്പോൾ അവനും ഞാനും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റ് വന്നതാണ് പൂക്കൾ പറിക്കാൻ. അപ്പോൾ അവരെയും കാണുന്നു. കാരണം അന്നേരമൊക്കെ നമുക്ക് ഭയങ്കര